കേരളീയത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സരാശംസകൾ. എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് രുചിക്കൂട്ടിലെ പൊടിക്കൂട്ട്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വൈനും കേക്കുമാണ്. കേക്ക് ഇല്ലാത്തൊരു മധുരമില്ലാത്ത ക്രിസ്മസ് ആഘോഷം എന്താ അല്ലേ? പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരുടെ വീട്ടിൽ ഹോം മെയ്ഡ് കേക്കൊക്കെ ഉണ്ടാക്കിയെങ്കിൽ ഇപ്പം എന്നെപ്പോലത്തെ ചില മടിച്ചുകൾ നമ്മൾ ബേക്കറി ചെന്നൊരു പ്ലം കേക്ക് വാങ്ങിച്ച് കഴിക്കുക ചെയ്യുന്നത്. പക്ഷേ പ്ലം കേക്ക് കൂടാതെ ഒരു ഇച്ചിരി വേരിയേഷനിലുള്ള ഒരു ഡിഫറെൻറ്റ് കേക്കുമായിട്ടാണ് നമുക്കിന്നൊരാളെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹോം മെയ്ഡ് കേക്ക്. സോഫ്റ്റ്വെയർ പ്രൊഫഷണലും ഒരു അമ്മയാണെങ്കിൽ പോലും ബേക്കിംഗ് ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന അഞ്ജു തോമസ് നമുക്ക് ഇന്ന് കാണിച്ചു തരാണ് കീ ലൈം റം കേക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത്. ഇപ്പോൾ റം ഇട്ടെന്ന് വിചാരിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല. റം ഇടാതെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അഞ്ജു നമുക്കിന്ന് കാണിച്ചു തരുന്നത് റം ഇട്ട വേർഷൻ്റെ കേക്കാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് അഞ്ജു തോമസ്. ഇന്ന് ഈ ക്രിസ്മസ് സ്പെഷ്യൽ ബേക്കിംഗ് എപ്പിസോഡിൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു റം കേക്കാണ്. യൂഷ്വലി ക്രിസ്മസിന് നമ്മളെല്ലാവരും പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്, ട്രഡീഷണലി അതാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു കീ ലൈം റം കേക്കാണ്. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 cups ഓൾ പർപ്പസ് ഫ്ലവർ, 1/2 cup ബട്ടർ, 1.5 cups of sugar, 100 grams of instant pudding mix, 2 teaspoon baking powder, 1 teaspoon salt, 1/2 cup canola oil or sunflower oil, 1/2 cup of milk, 4 large eggs, 1/2 cup rum, 2 teaspoon vanilla, 1/4 cup of lime juice and 1 key lime zest. കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന്, കേക്ക് പാൻ റെഡി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് ഒരു 10 inch ബണ്ട് പാനാണ്. ഇത് നന്നായിട്ട് ബട്ടർ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് കുക്കിംഗ് സ്പ്രേ വെച്ച് ഗ്രീസ് ചെയ്യണം നന്നായിട്ട്. ഇത് ഞാനിവിടെ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഒട്ടിപ്പിടിക്കാതിരിക്കും. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, പ്രീഹീറ്റ് യുവർ അവൻ ടു 350 degree Celsius. നമുക്ക് ആദ്യമായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾ പർപ്പസ് ഫ്ലവറിലേക്ക് ഇൻസ്റ്റൻറ്റ് പുഡിംഗ് മിക്സ്, സോൾട്ട്, ബേക്കിംഗ് പൗഡർ. ബട്ടർ, ഷുഗർ ആൻഡ് ഓയിൽ ഇത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2 to 3 minutes എങ്കിലും നമ്മളിത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബട്ടർ, ഷുഗർ ആൻഡ് ഓയിൽ മിക്സറിലേക്ക് നമുക്ക് എഗ്ഗും വാനില എസൻസും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ ഇതിൻ്റെ പകുതി നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഹാഫ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം അളന്ന് വെച്ചിരിക്കുന്ന മിൽക്ക്, ദെൻ ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫ്ലവർ, ഓൾ പർപ്പസ് ഫ്ലവർ മിക്സർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ലോ സ്പീഡിൽ മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് റം ഒഴിച്ചു കൊടുക്കാം. ലൈം ജ്യൂസ്, ലൈം സെസ്, നമ്മുടെ നാരങ്ങയുടെ ചുരണ്ടി വെച്ചിരിക്കുന്ന ഇത് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടിയത്.
നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 45 to 55 മിനിറ്റ്സ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഒരു 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക, അത് ആയോ എന്നൊരു സ്ക്യൂർ കുത്തി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. കേക്ക് അവനിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ നമ്മളതൊരു ബട്ടറി റം ലിക്വിഡിൽ സോക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് ബട്ടർ, 1 കപ്പ് ഷുഗർ, 1/4 കപ്പ് വെള്ളം, 1/2 കപ്പ് റം, 1 ടീസ്പൂൺ വാനില, 2 ടേബിൾ സ്പൂൺ കീ ലൈം ജ്യൂസ്. നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് അടുപ്പിലേക്ക് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് ഒരു 15 മിനിറ്റ് അത് സിമ്മർ ചെയ്യണം. അപ്പോഴേക്കും അത് റെഡിയാവും. അവനിൽ നിന്ന് നമ്മുടെ കേക്ക് റെഡിയാണിപ്പോൾ. ഇനിയിപ്പോൾ നമ്മളിതിനെ ബട്ടർ റം ലിക്വിഡിൽ സോക്ക് ചെയ്യാൻ പോവാണ്. അത് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു സ്ക്യൂർ കൊണ്ട് ഇതിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മളിനി ലിക്വിഡ് ഒഴിക്കാൻ പോവാണ്. ഒരു സമയത്ത് 1/4 കപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ചുറ്റിലും ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ആ ലിക്വിഡ് ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അടുത്ത 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ലിക്വിഡ് തീരുന്നത് വരെ നമ്മൾ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പോൾ ഇതിൽ റം ലിക്വിഡ് എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ നന്നായിട്ട് ക്ലിങ് റാപ്പ് ചെയ്ത് ഓവർനൈറ്റ് അത് നല്ലതായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. നമ്മുടെ റമ്മിൽ സോക്ക് ചെയ്ത കേക്ക് ഞാനിപ്പം വെളിയിലെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വെളിയിലെടുക്കുമ്പോൾ അത് പാത്രത്തിൽ നിന്ന് വിട്ടുപോരാൻ പ്രയാസമുണ്ടെങ്കിൽ അവനിൽ വെച്ചിട്ട് 10 മിനിറ്റ് ചൂടാക്കിയാൽ മതി. അപ്പോൾ ആ സിറപ്പ് ഒന്ന് ഇളകി കിട്ടും. അപ്പം അത് പെട്ടെന്ന് വിട്ടുപോരും. ഇനി നമുക്ക് ഇതിനൊരു ചെറിയൊരു ഗ്ലേസ് ഇടുന്നുണ്ട്. ഒരു കീ ലൈം ഗ്ലേസാണ്. അതിന് വേണ്ടിയ സാധനങ്ങൾ നമുക്കൊരു 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, കുറച്ച് നാരങ്ങയുടെ തൊലി ചുരണ്ടിയത് ലൈം സെസ്റ്റ്, അത് കുറച്ച് മതി. അപ്പോൾ നമ്മുടെ കീ ലൈം റം കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കേരളീയത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ക്രിസ്മസ് നവവത്സര ആശംസകൾ. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു ഇന്ന്. ഇനിയും വരുന്ന അടുത്ത 2-3 എപ്പിസോഡുകളും ഡിസംബർ മാസം മുഴുവൻ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്രിസ്മസ് കാഴ്ചകളും വിഭവങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു മനോഹരമായ സെഗ്മെൻറ്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്, എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് വരെ ടിൽ ദെൻ ഇറ്റ്സ് മീഖ signing off.